ഇന്ന് വീണ്ടും ഒരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അതിലൊരെണ്ണം ശരിക്കും വെറൈറ്റിയാണ്, എന്നാൽ സിമ്പിളായിട്ടുള്ളതുമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ്. അപ്പം നമുക്ക് ഈ ചട്ടിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം. വെറുതെ ചട്ടിയിൽ വിളമ്പിയെന്നേ ഉള്ളൂ. നമ്മൾ പൊട്ടാറ്റോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിയണത് പോലെ അരിഞ്ഞു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പേരിന് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അതവിടെ അടച്ച് വെച്ച് വേവിക്കുക. ആ സമയം കൊണ്ട് നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് നമുക്കൊരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉണ്ട് മഞ്ഞൾപ്പൊടി. അതുപോലെ ചെറിയ ജീരകം പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടത്, അതൊരു 1/2 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചതച്ചെടുക്കുക. അവിയലിനൊക്കെ ചെയ്യണ പോലെ ഒന്ന് ചതച്ചെടുക്കുക. ഒന്നങ്ങ് ഒതുക്കിയാൽ മതി, ഒരുപാട് അങ്ങ് അരയണ്ട. ചെറിയ ജീരകം പൊടിയില്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതി. എൻ്റെ അടുത്ത് പൊടിയാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ പൊട്ടാറ്റോ വെന്തതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടാറ്റോ വെന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം അതിലുണ്ട്, അത് സാരമില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ട, 2 മുട്ട വേവിച്ചിട്ട് 4ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെടുകെ ഇങ്ങനെ 4ആയിട്ട് കീറിയതാണ്. 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം മുട്ട ഇങ്ങനെ അടർന്നു പോരും. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരൊറ്റ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കുക. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയാട്ടോ, അത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുട്ട അവിയലൊക്കെ അല്ലേ, സെയിം തന്നെ നല്ല ടേസ്റ്റാണ്. തൈരൊന്നും ഒഴിക്കണില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളൊരു സോയ കൊണ്ടൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കടലമാവാണ് 2 ടീസ്പൂണ്. കടലമാവ് ഇല്ലെങ്കിൽ കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറിയ സോയയാണ്, പെട്ടെന്ന് വേവ് ഇതാവുമ്പോൾ. വലുതാണെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്താൽ മതി, 4 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ സോയ നല്ല തിളച്ച വെള്ളത്തിലാണ് കഴുകിയത്. അതുപോലെ നന്നായി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. ഈ സോയ ഇട്ട് കൊടുത്തു. ഫ്ലെയിം കുറച്ച് വയ്ക്കൊന്നും വേണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടൊന്ന് റോസ്റ്റായി വന്നോട്ടെ, ഒന്ന് വെന്ത് വന്നോട്ടെ. പെട്ടെന്ന് തന്നെ വേവും ഇത്. അടച്ച് വെച്ചാൽ ഒരുപാട് വെള്ളം ഇങ്ങനെ നിറയും. അപ്പോൾ അടച്ച് വെക്കാതെ തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അതേ പാത്രത്തിൽ തന്നെ, അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു നല്ല സ്മെല്ലൊക്കെ വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു വലിയ പച്ചമുളക് കുനുകുനാന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. പിന്നെ ഒരു സവാള നമ്മൾ തീരെ കുഞ്ഞു സവാളയാണ്, മാത്രമല്ല സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആയാൽ മതി, വല്ലാതെ വഴന്നു പോവണ്ട. പിന്നെ ക്യാപ്സിക്കം, അതൊരു ക്യാപ്സിക്കത്തിൻ്റെ 4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല. അതും ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ
ടൊമാറ്റോ സോസും സോയാ സോസും കൂടി മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ സോയാ സോസും ഇത്രയും മതി. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ലോ ഫ്ലെയിം ആക്കി വെക്കുക. സോസ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൊടുക്കരുത്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ സോയയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് തന്നെ ധാരാളം മതിയാവും. മാത്രമല്ല സോസിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ, സോയാ സോസിലും ടൊമാറ്റോ സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ഈ സോയയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് ഡ്രൈ ആയി പോവും. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് അടച്ച് വെച്ചാൽ ഓഫ് ചെയ്യുക. അപ്പം നമ്മുടെ ലഞ്ച് സെർവ് ചെയ്തിട്ടുണ്ട്. സോയ കൊണ്ടുള്ള ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. മാത്രമല്ല നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അതുപോലെ പൊട്ടറ്റോയും മുട്ടയും ചേർത്തിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ നമ്മുടെ അച്ചാർ, കറി, പിന്നെ ഇതാണ് വൻപയർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.